അതെ, ക്യാരറ്റ് വെച്ചിട്ടേ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടോ? സംഭവം സിമ്പിളാന്നേ, നല്ല ടേസ്റ്റുമാണ്. ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓയിലിലിട്ടിട്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കളറിനായിട്ട് കുറച്ച് കാശ്മീരി മുളക്, പിന്നെ കൂടുതൽ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും 1 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഫുള്ളായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയിലായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സെയിം ലുക്കിൽ തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇനി എന്നും പൊട്ടാറ്റോ ഫ്രൈ റെഡിയാക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിതാ ഇതുപോലെ ക്യാരറ്റ് ഫ്രൈ റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.